CPM-മായി വല്ലാതെ പിണങ്ങിയ PV അൻവറിനെ MLA സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് 2 മാസം പിന്നിടുകയാണ്. ഫലത്തിൽ അൻവറിൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് കാരണം നിലമ്പൂരുകാർക്ക് ഒരു MLA ഇല്ലാതായ അവസ്ഥ. അൻവറിൻ്റെ പക്ഷേ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1 വർഷം മാത്രം ബാക്കി നിൽക്കിയ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അൻവറാകട്ടെ കേരളത്തിലെ പ്രധാന പാർട്ടികളൊന്നും കയ്യേൽക്കാത്തതിനെ തുടർന്ന് നേരെ ചെന്ന് കയറിയത് തൃണമൂലിൽ. അതോടെ അൻവറിൻ്റെ കൂമ്പും അടഞ്ഞ അവസ്ഥയിലായി. ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാനുള്ള ജോലികളെല്ലാം പൂർത്തിയാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മാർച്ച് അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. 1 വർഷത്തേക്കാണെങ്കിലും മണ്ഡലം നിലനിർത്താനുള്ള ശ്രമങ്ങൾ CPM ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. രാജിവച്ചപ്പോൾ തന്നെ അൻവർ തനിക്ക് ശേഷം അവിടെ UDF സ്ഥാനാർത്ഥി ആരാകണമെന്ന് വരെ പ്രഖ്യാപിച്ചു കളഞ്ഞു. അതോടെ നിലമ്പൂരിൽ ഒരു ചെറിയ അടിക്കല്ല അൻവർ തുടക്കമിട്ടത്. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമാണ് നിലമ്പൂർ സ്ഥാനാർത്ഥി ആരാകണമെന്നതിനെ ചൊല്ലി. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. അങ്ങനെ നോക്കുമ്പോൾ ജൂലൈ 13-ന് മുമ്പ് നിലമ്പൂരിലെ ഒഴിവ് നികത്തണം. അത് കഴിഞ്ഞാൽ മാസങ്ങൾക്കകം നിയമസഭയിലേക്ക് 2026-ൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കും. അതുകൊണ്ട് തന്നെ 2021-ലെ പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് ചവറ കുട്ടനാട് തിരഞ്ഞെടുപ്പുകൾ നടത്താതെ ഒഴിച്ചിട്ടത് പോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നും കാത്തിരുന്ന് കാണണം. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ UDF വിജയസാധ്യത പരിഗണിച്ച് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായം രാജിവെച്ചതിന് പിന്നാലെ PV അൻവറാണ് പരസ്യമായി പറഞ്ഞത്. താൻ 2016-ൽ തോൽപ്പിച്ച ആര്യടൻ ഷൗക്കത്തിനെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ളൊരു മുൻകരുതൽ കൂടിയായിരുന്നു അൻവറിൻ്റേത്. തന്നെ വളരെ എളുപ്പത്തിൽ UDFിലേക്കും കോൺഗ്രസിലേക്കും കൂട്ടിച്ചേർക്കുമെന്ന പ്രതീക്ഷയായിരുന്നു PV അൻവറിന്. പക്ഷേ എന്തോ കോൺഗ്രസ്സുകാരുടെ ഭാഗ്യവശാൽ അല്ലെങ്കിൽ അൻവറിൻ്റെ ദൗർഭാഗ്യവശാൽ അൻവറിൻ്റെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം നടക്കാതെ പോയി. അൻവറിൻ്റെ ഇപ്പോഴത്തെയും പണ്ടത്തെയും ഏറ്റവും വലിയ ശത്രുവാണ് ആര്യടൻ ഷൗക്കത്ത്. അതുകൊണ്ട് തന്നെ ആര്യടൻ ഷൗക്കത്തിന് പകരം ജോയ് മതി സ്ഥാനാർത്ഥി എന്ന അൻവറിൻ്റെ ഒരൊറ്റ പ്രസ്താവന കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം കടുപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. ആര്യടന് പകരം VS ജോയിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഷൗക്കത്തിനെ ഇടത് സ്വതന്ത്രമായി മത്സരിപ്പിക്കാൻ CPM ആലോചിച്ചേക്കും. എന്നാൽ അൻവറിൻ്റെ കാര്യത്തിൽ ഇടത് സ്വതന്ത്രം ഇറക്കിയ പരീക്ഷണം പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായ സാഹചര്യവും CPM-ന് മുന്നിലുണ്ട്. നിലമ്പൂരിൽ പാർട്ടിക്ക് സ്വന്തം ഒരു സ്ഥാനാർത്ഥി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. പക്ഷേ അങ്ങനെ വന്നാലും ഒരു പോംവഴിയുണ്ട്. നിലമ്പൂരുകാരനും CPM സംസ്ഥാന സെക്രട്ടറി അംഗവുമായ M സ്വരാജിന് നറുക്ക് വീഴും. തൃപ്പൂണിത്തുറയിൽ K ബാബുവിനെതിരെ മത്സരിച്ച് നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട വ്യക്തിയാണ് M സ്വരാജ്. 2016-ൽ തൃപ്പൂണിത്തുറയിൽ നിന്നും M സ്വരാജ് നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ ഒരു ചരിത്രവും M സ്വരാജിനുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന് 1 വർഷം നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന് കരുതിയാൽ M സ്വരാജ് തന്നെയാകും സ്ഥാനാർത്ഥി. അപ്പോഴും കോൺഗ്രസിനുള്ളിൽ ചർച്ചകളും തർക്കങ്ങളും തമ്മിൽ തല്ലുമൊക്കെ രൂക്ഷമാകും. ആരാകണം UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.